നമസ്കാരം. ജീവിക്കേണ്ടത് മനുഷ്യരോ അതോ മൃഗങ്ങളോ? അതിശയോക്തി കലർത്തിയ ഒരു ചോദ്യമല്ലിത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു കയറുന്നുവെന്നായിരുന്നു ഇതുവരെയുള്ള ചിത്രം. പക്ഷേ കടുവയും ആനയും അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിൻപുറങ്ങളിൽ വിഹരിക്കുകയാണിപ്പോൾ. നഗരങ്ങളുടെ സുരക്ഷിതത്വത്തിലിരുന്ന് മൃഗസ്നേഹം പങ്കുവയ്ക്കുന്നവർ കാണുന്നില്ല വനാതിർത്തികളിൽ ജീവൽ ഭയത്താൽ കഴിയുന്ന സാധാരണക്കാരെ. ജീവനും സ്വത്തും നിലനിർത്താൻ ഒരു ജനത നടത്തുന്ന പോരാട്ടം ഒരു സർക്കാരും കേൾക്കുന്നുമില്ല. നമുക്ക് മുന്നിൽ അവശേഷിക്കുന്ന ചോദ്യം ഇതാണ്: ജീവിക്കേണ്ടത് മനുഷ്യനോ മൃഗങ്ങളോ? അന്തിച്ചർച്ച ആരംഭിക്കുന്നു. സ്വാഗതം. അതുങ്ങൾക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അതുങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അതുങ്ങൾക്കുള്ള വെള്ളമൊക്കെ കൊടുത്ത് അതുങ്ങളെ പരിപാലിക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ നിന്നോളൂ. നാട്ടിലേക്ക് ഇറങ്ങാതെ അതുങ്ങൾ സൂക്ഷിച്ചോളൂ. അവർക്കുള്ള ഭക്ഷണം കാട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കാട്ടിൽ ഈ ഭക്ഷണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഈ വയനാട് എന്ന് വെച്ചാൽ മുക്കാലോളം ഇല്ലി പാനങ്ങളാ, ഇല്ലിയും കൊണ്ടുണ്ടാക്കിയത്. അതുകൊണ്ടാണ് കർണാടക, തമിഴ്നാട് അവിടെയൊന്നും ഇല്ലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത് ഇല്ലിയൊക്കെ കഴിക്കുക. അവിടെ ഫുഡ് മൊത്തം ഇല്ലിയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരല് കൂടുതൽ. എൻ്റെ മനസ്സ് പറയുന്നത്. കടുവേൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരോടും ഡാഡി അറിഞ്ഞ എല്ലാ മെസ്സേജൊക്കെ ഇട്ടത് ഇവിടെ കടുവയുണ്ട് അങ്ങനെയാ, അതുകൊണ്ട് ആരും പുറത്തിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഡാഡി എല്ലാ സംവിധാനമൊക്കെ ചെയ്തു കൊടുത്ത ഫോറസ്റ്റ് ഫുഡും വെള്ളമൊക്കെ ഡാഡി ഏർപ്പാട് ചെയ്തിരുന്നു. ഡാഡി പടമലേൻ്റെ ഒരു തൂണാന്ന് എല്ലാവരും പറയാറ്. ഡാഡി ഇല്ലെങ്കിൽ പടമല ഇല്ലാതെ ആയ കണക്കാന്ന് എല്ലാവരും. എന്ന് വെച്ചാൽ പടമലയിൽ എല്ലാ പണിക്കും, ലോഡ് പണിക്ക് പോലും ഡാഡി അങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയി നടക്കും. ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണം വീട്ടിൽ പോയി ഫുഡിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. എല്ലാം ചെയ്തിട്ട് ഡാഡി വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഫോറസ്റ്റ് വണ്ടി ആളെ കൊണ്ടുപോകുന്ന കണ്ടു, ആരാ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ആ വണ്ടി പോകുന്ന ചേട്ടൻ്റെ മേത്ത് മൊത്തം ചോരയാന്ന് പറഞ്ഞു. ഡാഡിയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഇവൻ അതിന് ആനയാന്ന് അറിഞ്ഞ പാടി ഇവൻ ഓടി വീട്ടിലേക്ക്. ഞാനും എൻ്റെ താഴെയുള്ള ചേച്ചിയും കൂടി വന്നപ്പോൾ ഞങ്ങളോട് ആ ചേച്ചിനൊരു ചേട്ടൻ പറഞ്ഞു, പഞ്ചിലച്ചിന് ആന തട്ടി, സീരിയസ് ആന്ന് പറഞ്ഞു. അത് കേട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഡാഡി എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ആന വന്നു, ആനേൻ്റെ പുറകെ പോയതാന്ന് പറഞ്ഞു. ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ ഇവിടെ ഇറങ്ങി ചോദിച്ചപ്പോൾ ചെറിയ ചെറിയ മുറിവേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അങ്ങനെ ആശ്വസിച്ചിരുന്നപ്പോൾ പിന്നെ സിസ്റ്റേഴ്സ് വന്നപ്പോൾ സിസ്റ്റേഴ്സാണ് പറഞ്ഞു ഞങ്ങളോട് പോയി എന്നുള്ള കാര്യം. എനിക്ക് പോയത് പോയി, ഇനി എനിക്കത് കിട്ടൂലല്ലോ ആര് വന്നാലും. നഷ്ടപരിഹാരത്തിലും കാര്യമൊന്നുമില്ലല്ലേ, ആളുകൾ ഇനി പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുള്ള അൽനയുടെ അച്ഛൻ അജിയെ ആന കൊന്നുകളഞ്ഞിട്ട് 6 ദിവസമേ ആയിട്ടുള്ളൂ. ഞങ്ങളുടെ ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇത്രയും പറയാൻ ആ കുഞ്ഞിന് കഴിയുന്നുണ്ട് എന്ന ആശ്ചര്യത്തിനപ്പുറം അവൾ പറയുന്നത് വയനാട്ടുകാരുടെ പൊതു പ്രശ്നങ്ങളും കാടറിഞ്ഞ അച്ഛൻ പകർന്ന അനുഭവങ്ങളുമാണ്. അജിയെ കൊന്ന ബേലൂർ മഖ്നിയെ വെടിവെച്ച് പിടിക്കാൻ ഇതുവരെ നമുക്കായിട്ടില്ല. അതിനിടെ കാടിറങ്ങിയ കടുവ പടർത്തിയ ഭീതിയിൽ വിറങ്ങലിച്ച് കഴിയുകയാണ് വയനാട്. വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ആവർത്തിക്കുമ്പോൾ ആര് ജീവിക്കണം, മനുഷ്യനോ മൃഗമോ എന്ന ചോദ്യം ഉയർന്നു കേൾക്കുകയാണ്. ഞാൻ ചർച്ചയിലേക്ക് പോവുകയാണ്. നമുക്ക് അതിഥിയായി ചേരുന്നത് ഡോക്ടർ ഈശ്വരൻ, മുൻ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ, ഒപ്പം ശ്രീ പോൾ മാത്യു, കിഫ പ്രതിനിധി, ഡിജോ തോമസിനെയും ഞാൻ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം ശ്രീ പോൾ മാത്യുവിലേക്ക് പോകുന്നു. ശ്രീ പോൾ മാത്യു, നമ്മൾ 6 ദിവസങ്ങളായി ഇത് ചർച്ച ചെയ്യുകയാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം മാധ്യമ ശ്രദ്ധ കിട്ടുന്നിടത്ത് മാത്രമാണ് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇതിന് ഒരു വിവാദം എന്നതിനപ്പുറത്തേക്ക് എന്ത് ഇടപെടലാണ് നടത്താൻ കഴിയുക? വലിയൊരു നടുങ്ങലിലാണ് വയനാടുള്ളത്. അത് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരായ ഞങ്ങളടക്കം നടുങ്ങിയിരിക്കുന്ന ഒരു കാര്യം. ഒരു ആന വന്ന് ഒരു മനുഷ്യനെ ചവിട്ടി മെതിച്ച് കൊന്നുപോയി. ആ വാർത്ത അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്താണ്, അത്രയും കത്തി നിൽക്കുന്ന സമയത്താണ് ഒരു കടുവ വരികയും അത്രയും ഭീതി പടർത്തുകയും ചെയ്യുന്നത്. എന്ത് ഇടപെടലാണ്, എവിടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? ആരാണ്, എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യം തന്നെ ഞാൻ തുടങ്ങട്ടെ. ആദ്യം തന്നെ നമ്മുടെ അജിയുടെ മോള് അൽനയ്ക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. അൽനയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നു. സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി അൽനയുടെ വീഡിയോ കണ്ടപ്പോൾ. യഥാർത്ഥത്തിൽ ഇതാണ് മലയോര കർഷകരുടെ രക്തം അൽനയിലൂടെ ഒഴുകുന്നതിന്റെ തെളിവാണ് ആ കുട്ടി അത്ര ധൈര്യത്തോടു കൂടി ക്യാമറയ്ക്ക് മുമ്പിൽ അച്ഛൻ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾക്കകം ആ കുട്ടിക്ക് അത് അങ്ങനെ പറയാൻ സാധിച്ചത്. ഞങ്ങളുടെയൊക്കെ പൂർവികർ എന്ന് പറയുന്നത് ഈ മലയോര മേഖലയിൽ വന്നപ്പോൾ
മലമ്പനിയോടൊക്കെ പൊരുതി ജയിച്ച ഒരു തലമുറയാണ്. വളരെ ധൈര്യശാലികളായ ഒരു മുൻ തലമുറക്കാരുടെ പിൻതലമുറക്കാരാണ് ഞങ്ങളും അല്ലമോളും. അപ്പൊ ആ കുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. വാസ്തവത്തിൽ ഇത്ര ധൈര്യശാലികളായ മലയോര കർഷകർക്ക് ഈ പ്രശ്നം നിസ്സാരമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഒന്ന് ഒരുമ്പിട്ടാൽ ഈ പ്രശ്നം വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതേസമയം നമ്മുടെ ഇവിടെ കാട് നിലനിൽക്കണമെന്നും വനങ്ങൾ നിലനിൽക്കണമെന്നും വന്യജീവികൾ നിലനിൽക്കണം എന്നും ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് ആണ് ഞങ്ങൾ ഇതുവരെ നിയമം കയ്യിലെടുക്കാത്തത്. ഇനി ഞാൻ ഇപ്പോഴത്തെ വിഷയത്തെ കുറിച്ച് പറയട്ടെ, ആനകളുടെ വിഷയത്തെ കുറിച്ച് പറയട്ടെ. ഈ ആന എന്ന് പറയുന്നത് സക്ലേഷ്പൂർ, കർണാടകത്തിലെ ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യം ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് സക്ലേഷ്പൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു വർഷം 45ഓളം ആളുകളെയാണ് അവിടെ ആന ചവിട്ടിക്കൊന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ തിരിച്ച് പ്രതികരിച്ച് ഏതാണ്ട് 20 ആനകളെ അവർ കൊല്ലുകയും ചെയ്തു. ഈ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ്, ഒരുപാട് കാപ്പിത്തോട്ടങ്ങളുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ആനകൾ സ്ഥിരമായിട്ട് തന്നെ കാപ്പിത്തോട്ടത്തിൽ തമ്പടിക്കുന്ന സ്ഥിതിവിശേഷമാണ് സക്ലേഷ്പൂരിൽ ഉണ്ടായത്. അവിടെ കർണാടക സർക്കാർ തന്നെ ഏറ്റവും വലിയ രീതിയിൽ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് 27 ആനകളെയാണ് അവിടെ ഏതാണ്ട് 5 വർഷം മുമ്പ് പിടിച്ചു മാറ്റി പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം ഈ ആനകളെല്ലാം കൂടി തിരിച്ചു വന്നു. അതിനുശേഷം അവിടെ നിന്നാണ്, ആ പരിസരത്ത് നിന്നാണ് ഈ ബേലൂർ മഖ്ന എന്ന് പറയുന്ന ആനയെ ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മളുടെ പാളിച്ചകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇത്രമാത്രം പ്രോബ്ലം ഉണ്ടാക്കി ജനവാസ മേഖലയിൽ തന്നെ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ആനയെ കേരള വനത്തിന്റെ അതിർത്തിയിലോട്ട് വിടുക എന്ന് പറഞ്ഞാൽ ആന നിരന്തരം പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും ഈ ആന വനത്തിൽ വിട്ടുകഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ എല്ലാം മാറിക്കഴിയുമ്പോൾ ആന തിരിച്ച് ജനവാസ മേഖലയിൽ വരും, ആന ആളുകളെ കൊല്ലും. അതിന്റെ നേച്ചർ അത് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ആനയെ വെടിവെച്ച് കൊല്ലുക അല്ലാണ്ട് വേറെ മാർഗങ്ങളില്ല. ഇത്രയും ദിവസം പരിശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇട്ടിരിക്കുന്ന ഉത്തരവ് തന്നെ ഒരു വെറും പ്രഹസനമായ ഒരു ഉത്തരവ് തന്നെയാണ്. കാരണം ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിൽ പറയുന്നത് ഈ ആനയെ ആദ്യം വനത്തിലേക്ക് തുരത്താൻ ശ്രമിക്കുക. അത് സാധ്യമായില്ല എങ്കിൽ ഈ ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റി പരിപാലിച്ച് തിരിച്ച് വനത്തിലേക്ക് തന്നെ വിടുക എന്നാണ് ഈ ഓർഡറിലിട്ടത്. അതായത് ഈ ആനയെ പറ്റിയോ ഇതിന്റെ ഹിസ്റ്ററിയെ പറ്റിയോ ഒന്നും പഠിക്കാതെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ ഉത്തരവിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ് ഈ ആനയെ സംബന്ധിച്ചിടത്തോളം. അതായത് CRPC 133(1)F പ്രകാരം കളക്ടറുടെ അബ്സല്യൂട്ട് റൈറ്റ് അതോറിറ്റിയാണ് പ്രശ്നക്കാരായ ഏത് മൃഗത്തെയും, വളർത്തുമൃഗം മാത്രമല്ല വളർത്തുമൃഗത്തെയോ വന്യമൃഗത്തെയോ കൊല്ലാനുള്ള ഉത്തരവ് ജില്ലാ കളക്ടർക്ക് ഇടാൻ സാധിക്കും. അതിനുള്ള ആർജവം ജില്ലാ കളക്ടർ കാണിക്കുകയും അതിനുള്ള ധൈര്യം സംസ്ഥാന ഭരണകൂടം ജില്ലാ കളക്ടർക്ക് കൊടുക്കുകയുമാണ് വേണ്ടത്. അതുപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് 11(1)A പ്രകാരം ഈ ആനയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ സാധിക്കും. കൺസർവേഷൻ എന്ന് പറയുന്നത്, ഇത് ഞാൻ പറയുന്നതുകൊണ്ട് ഞാൻ ആനകൾക്കെതിരാണ് എന്ന് ആരും വിചാരിക്കരുത്. കൺസർവേഷന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ കൺസർവേഷൻ ഒരു സ്പീഷീസ് ലെവലിലാണ്. ഒരു സ്പീഷീസിനെ കൺസർവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ അകപ്പെട്ട പ്രശ്നക്കാരായ 1-2 ആനയെ മാറ്റി നിർത്തേണ്ടി വരും. നമ്മളുടെ നാട്ടിൽ തന്നെ എല്ലാ ആനകളും പ്രശ്നക്കാരല്ല. പ്രശ്നക്കാരായ ഏതാനും ആനകളെ, ചില ആനകളെ വെടിവെച്ച് കൊല്ലേണ്ടി വരും, ചില ആനകളെ കൂട്ടിലിടേണ്ടി വരും, ചില ആനകളെ നമ്മൾക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ചെയ്യാണ്ട് എല്ലാ ആനകളെയും കൺസർവ് ചെയ്യണം എന്ന് പറയുന്ന ശ്രമം വരുമ്പോൾ ഞാൻ ഈ മുമ്പിൽ പറഞ്ഞതുപോലെയുള്ള രക്തമുള്ള മലയോര കർഷകർ അധികം നാള് പ്രതികരിക്കാതെ ഇരിക്കില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കൺസർവേഷൻ പോസിബിൾ ആണ്? വേൾഡ് വൈഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾ തന്നെയാണ് തദ്ദേശീയരായ ജനങ്ങളോട് കൂടി ചേർന്ന് മാത്രമേ നിങ്ങൾക്ക് കൺസർവേഷൻ പോസിബിൾ ആവൂ എന്ന്. നമ്മളിപ്പോ പടനിലയിൽ നോക്കിയപ്പോ അതിലൊരു കടുവ ചാടി. വയനാടിന്റെ വിസ്തൃതിയിൽ ഉൾക്കൊള്ളിക്കുന്നതിന്റെ 5 ഇരട്ടിയിൽ കൂടുതൽ കടുവകൾ നമുക്കിവിടെ ഉണ്ട്. നമ്മളുടെ 2018 വന്ന റിപ്പോർട്ട് അനുസരിച്ച് 154 കടുവകളാണ് വയനാട്ടിലുള്ളത്. വയനാട് വന്യജീവി സംഘത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 344 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇവിടെ ഉൾക്കൊള്ളിക്കാവുന്ന കടുവകളുടെ പരമാവധി എണ്ണം 30 ആണ്. അതിന്റെ ഒരു 5 ഇരട്ടിയിൽ കൂടുതൽ കടുവകളുണ്ട്. പിന്നെ കടുവ പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുമോ? അപ്പോൾ ഇവിടെയുള്ള കടുവകളെ പിടിച്ചു മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റണം. അതിന് കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈൻസ് കൂടിയുണ്ട്. ഈ ഗൈഡ് ലൈൻസ് ഒന്നും പാലിക്കപ്പെടാതെ ഇവിടെ നിന്ന് പിടിച്ച കടുവയെ ആദ്യം തന്നെ കടുവ പിടിക്കാൻ ശ്രമം നടത്തുന്നില്ല. കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങാൻ പിടിക്കാൻ ശ്രമം നടത്തുന്നില്ല.
പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനെ തിരിച്ച് വനത്തിലേക്ക് വിടാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ ജനങ്ങളും വനം വകുപ്പും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് രൂപീകരിക്കുകയും അതുവഴി സ്പീഷീസിന്റെ കൺസർവേഷൻ തന്നെ പോസിബിൾ അല്ലാത്തതുമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഈ സ്ഥിതിവിശേഷം ഇനി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രൗട്ട് സീസൺ ആണ്. 10 വർഷത്തിൽ ഒരിക്കലാണ് സാധാരണ വയനാട്ടിൽ, ഞാൻ വയനാട്ടുകാരനാണ്, ഒരു വറവ് വരുന്നത്. ഇതിനു മുമ്പ് ഏതാണ്ട് ഒരു 10 വർഷം മുമ്പായിരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു കിണറ്റിലൊക്കെ വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ, നമ്മുടെ അല്ലമോള് പറഞ്ഞതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ഈ വർഷം ധാരാളമായി ജനവാസ മേഖലയിലേക്ക് വരും. ഇത് ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ഒരു മഴക്കാലം തുടങ്ങുന്നത് വരെ നിരന്തരമായി വലിയ തോതിലുള്ള വന്യമൃഗ ശല്യമായിരിക്കും വയനാട്ടിലുണ്ടാവുക. അതിനെ നേരിടാൻ അല്പം പോലും ഈ ഭരണകൂടം സജ്ജമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ശരി, ഡോക്ടർ ഈശ്വരൻ, ഇത്തരത്തിൽ സംരക്ഷണം എന്നുള്ള, മൃഗങ്ങളുടെ സംരക്ഷണം എന്നുള്ള ഒരൊറ്റ വാക്കിൽ ഉടക്കി അവിടെ നിൽക്കുകയാണ് മൃഗസ്നേഹികളാകെ. പക്ഷെ ഒരു വശത്ത് വലിയ രീതിയിൽ ഇപ്പോൾ നേരത്തെ പോൾ മാത്യു പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം ഞങ്ങളെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന, നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. ഈ ബേലൂർ മഖ്നയുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇനിയും അത് നാട്ടിലേക്ക് എത്തുന്നത് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ പേടിപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ട് നമുക്ക് 6 ദിവസമായിട്ടും ആ ആനയെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഈ ഒരു ചർച്ച ഒരു വയനാട്ടിലിരിക്കുന്ന ആൾ കാണുമ്പോഴും അയാളും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരൊറ്റ ചോദ്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ താങ്കളോട് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. നമസ്കാരം. തീർച്ചയായിട്ടും വളരെ നിർഭാഗ്യകരമായ ചില സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വിഷയം പല രീതിയിലും ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ മാത്രം നടക്കുന്ന ചർച്ചയും തുടർന്ന് അതിനൊരു ഈ പറയുന്ന ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു മീഡിയ സപ്പോർട്ടോട് കൂടിയുള്ള ഒരു തുടർ പ്രവർത്തനവും അവലോകനവും അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നടപടികളും ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ പ്രശ്നം. ഇതൊക്കെ അഡ്ഹോക്കായിട്ട് അത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും അഡ്ഹോക്കായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാന പ്രശ്നം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡ്രൗട്ട് പോലുള്ള കാലാവസ്ഥാ വ്യതിയാനം ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശിക ഗവൺമെന്റുകൾ അവരുടെ നയരൂപീകരണത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി അതിനെ വലിയൊരു പരിധിവരെ പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതിൽ ആദ്യം ചെയ്യാൻ കഴിയാം. ഗവൺമെന്റുകൾ, അതായത് സംസ്ഥാന ഗവൺമെന്റോ ഒരു ഡിപ്പാർട്ട്മെന്റോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്താം എന്നല്ലാതെ ലോകത്തൊരിടത്തും അത് അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അതിനൊരു വലിയ രീതിയിലുള്ള പരിഹാരം കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സമീപനം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കാരണം ഈ സംഘർഷം ഉണ്ടാകുന്നത് ഈ പറഞ്ഞതുപോലെ പല മൾട്ടിഫാസിലാണ്, പല തരത്തിലുള്ള കാരണങ്ങളുടെ ഒരു കാരണങ്ങൾ കൊണ്ട് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. നമുക്കറിയാം, നാട്ടുമൃഗങ്ങളുമായിട്ട് നമുക്ക് സംഘർഷമുണ്ട്, അതുപോലെ കാട്ടുമൃഗങ്ങളുമായിട്ടൊക്കെ സംഘർഷമുണ്ട്. ഈ ചർച്ചയുടെ മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ള ആ ഒരു ചർച്ചയുടെ ടൈറ്റിൽ തന്നെ അല്പം പ്രകോപനപരല്ലേ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൊണ്ട് വരുന്നതിനും ഒരു കോ എക്സിസ്റ്റൻസ്, ഒരു പരസ്പരം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്നുള്ളതും തീർച്ചയായിട്ടും അനിവാര്യം തന്നെയാണ്. അത് ആരെങ്കിലും ഒരാൾ നിയമം കയ്യിലെടുത്തുകൊണ്ട്, ഒരു കൂട്ടം ആൾക്കാർ നിയമം കയ്യിലെടുത്തുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം, ഭരണഘടന പറയുന്ന സംരക്ഷണം ഒക്കെ തന്നെ ഈ ഭൂലോകത്തെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇതിൽ ആര് വലുതോ ചെറുതോ എന്നുള്ളൊരു ചോദ്യത്തിന് തന്നെ സത്യത്തിൽ പ്രസക്തിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ബുദ്ധിയുള്ള മനുഷ്യൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവിത സാഹചര്യങ്ങളെ, ഇപ്പൊ ഈ പറയുന്ന പോലുള്ള ചൂട് വർദ്ധിക്കുന്നു അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലഭ്യത കുറയുന്നു, ഇത്തരം സാഹചര്യങ്ങളെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചൊക്കെ നമ്മൾ നേരിടും. പക്ഷെ മൃഗങ്ങളെ സംബന്ധിച്ചുള്ളത് അത് കഴിയില്ല. അപ്പൊ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ജീവിച്ചു പോകാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. അപ്പൊ സംഘർഷം എന്ന് പറയുന്നതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്പർ കൂടുന്നു എന്ന് പറയുന്നത് ആകെ ഒരു വലിയൊരു ഭൂപ്രദേശത്തിന്റെ, ഒരു വലിയ ലാൻഡ്സ്കേപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ശരിയാവണമെന്നില്ല. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാടൻ പ്രദേശത്ത് നമുക്കറിയാം, മറ്റ് സ്ഥലങ്ങളിൽ വെള്ളം തീരുമ്പോഴും ഗ്രീൻ ഫോഡർ, പച്ച നിറത്തിലുള്ള അല്ലെങ്കിൽ പച്ചപ്പുള്ള ഭക്ഷണങ്ങൾ തീരുമ്പോഴും നമ്മുടെ വയനാട് പിന്നെയും വെള്ളവും പച്ചപ്പൊക്കെ അവശേഷിക്കുന്ന ഒരു തുരുത്തായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർണാടകത്തിന്റെ ആയാലും തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ആയാലും
ധാരാളം മൃഗങ്ങൾ ഈ പ്രദേശത്ത് വരികയും ആ പ്രദേശത്ത് ആ ഒരു സമയത്ത് അതിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ എണ്ണം വർദ്ധിക്കുകയും അതിന്റെ ഒരു ഫലമായിട്ട് അതെ, ഡോക്ടർ ഈശ്വരൻ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒന്നല്ലേ. കാരണം താങ്കൾ പറഞ്ഞു സാങ്കേതികത ഉപയോഗിച്ച് ബുദ്ധിയുള്ള മനുഷ്യൻ മൃഗങ്ങളെ നേരിടണം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്നതിൽ അപ്പുറത്തേക്ക് ഒരു അനുനയം, അതാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മൾ കണക്കുകൾ വെച്ച് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ വന്യജീവി ആക്രമണത്തിന് 3 വർഷത്തിൽ നമ്മൾ ചെലവാക്കിയത് 57 കോടി രൂപയാണ്. ചെറിയ കണക്കല്ല, 57 കോടി രൂപയാണ്. ഈ 57 കോടി രൂപയുടെ ഭൂരിഭാഗവും ചെലവഴിച്ചിരിക്കുന്നത് ഫലവൃക്ഷ തൈകൾ, ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു, കിടങ്ങും വേലിയും ഉണ്ടാക്കുന്നു, ഇതിനൊക്കെയാണ്. മറ്റ് നഷ്ടപരിഹാരത്തിൻ്റെ കണക്ക് വേറെയാണ്. ഈ എന്ത് പുതുമയാണ് ഇതിൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ പുതുതായി അവർ ചിന്തിക്കുന്നത്? പഴയ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞൊരു ടെക്നോളജിയുടെയോ അതിൻ്റെയൊക്കെ ഒരു ചിന്ത വരുന്നുണ്ടോ ഇപ്പോൾ? സത്യത്തിൽ വേണ്ടത്ര രീതിയിലുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യം. നമ്മളിപ്പോഴും പഴയ രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാറ്റത്തിനനുസരിച്ച്, അതായത് ഭൂപ്രകൃതിയിൽ വന്നിരിക്കുന്ന മാറ്റം, ഭൂവിനിയോഗത്തിൽ വന്നിരിക്കുന്ന മാറ്റം, അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിലേക്കുള്ള കടന്നുകയറ്റത്തിൽ വന്നിരിക്കുന്ന മാറ്റം, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ സമീപനം വേണം. ഒരുപക്ഷെ കാട്ടില് കൂടുതലായിട്ട് വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ എന്താ പറയുക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ഗുണനിലവാരം കൂടിയ ഭക്ഷണ സാധനങ്ങൾ കാട്ടിൽ ലഭ്യമാകുന്ന രീതിയിൽ അവിടുത്തെ ഈ ഫോണയെ, അതായത് ചെടികളുടെ അല്ലെങ്കിൽ പുല്ലുകളുടെ ഒക്കെ തന്നെ ഒരു മാറ്റം വരുത്താനുള്ള ശ്രമമൊക്കെ ഒരുപക്ഷെ നമുക്ക് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ച് മൃഗങ്ങളുടെ എണ്ണം കൂടുതലുള്ള, മനുഷ്യരുടെ എണ്ണം കൂടുതലുള്ള കേരളത്തെ പോലുള്ളൊരു സ്ഥലത്ത് കുറേയൊക്കെ നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ നമുക്ക് ആവശ്യം വരും. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ എന്താ പറയുക, തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനവും അതിന്റെ വിലയിരുത്തലും മോഡിഫിക്കേഷനും ഒക്കെ തന്നെ ഇതിൽ വളരെ അനിവാര്യമാണ്. അതെന്താണ് ഡോക്ടർ? നമ്മളിപ്പോ നേരത്തെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 വയസ്സുകാരിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു, അൽനയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. അൽന പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ തോന്നലാണ്, ഈ ഇല്ലിയാണ് ആനകൾക്ക് ഏറ്റവും ഇഷ്ടം. ഇല്ലി കർണാടകയിലും അവിടെയൊക്കെ കുറവാണല്ലോ, അതുകൊണ്ടായിരിക്കും ആനകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, അവർക്ക് ഇഷ്ടം അതാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടി അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടം വൈകുന്നു എന്നുള്ളൊരു ചോദ്യം. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നില്ലേ എന്നുള്ളൊരു തോന്നലില്ലേ? തീർച്ചയായിട്ടും മുള നട്ടുപിടിപ്പിക്കുന്ന ഒരു പരിപാടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. പക്ഷെ ഇത് കുറച്ചു കാലം ഒരു സർട്ടൻ പീരീഡ്, സാധാരണ ഒരു 10-12 വർഷം കൂടുമ്പോൾ ഈ മുള ഒരുമിച്ച് പൂക്കുകയും മുള ഒരുമിച്ച് നശിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്കൊന്ന് വയനാട് കുറച്ചു കാലം മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു പുതിയ ജനറേഷൻ, അടുത്ത എന്താ പറയുക, ഇതിനൊരു ഭക്ഷണമാകുന്ന തരത്തിൽ ആ മുളയുടെ അളവ് വർദ്ധിച്ചു വരുന്നതിനൊരു സമയമെടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു പ്രശ്നമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിന്റെ ലഭ്യത ഒരു പ്രശ്നം തന്നെയാണ്. ഇല്ലി തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന ഭക്ഷണം. കാരണം അത് പുല്ലുവർഗത്തിൽപ്പെട്ടതാണ്. വളരെ ആനകളെ സംബന്ധിച്ചിടത്തോളം തിന്നാൻ വളരെ ഇഷ്ടമുള്ളതും ധാരാളം ന്യൂട്രിയൻസ്, മൂലകങ്ങൾ അതിന് കിട്ടുന്ന ഒരു ഭക്ഷണം തന്നെയാണത്. അപ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ്. മറ്റു സ്ഥലങ്ങളിൽ ഇല്ലി ഇല്ല എന്നല്ല, ഞാൻ പറഞ്ഞില്ല, കേരളത്തിന്റെ ഭാഗത്ത് അത് കുറച്ചുകൂടി സമൃദ്ധമായിട്ട് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അത് വേനൽക്കാലത്താണ് അത് കൂടുതലായിട്ട്, വെള്ളവും കൂടി ഇതിൻ്റെ ഒരു ഘടകമായിട്ട് നമ്മൾ കൂട്ടണം. ആ വെള്ളം കുറയുന്ന വേനൽക്കാലത്താണ് കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഭക്ഷണം, അതിനിഷ്ടപ്പെട്ട ഭക്ഷണം എന്നുള്ളതോടൊപ്പം മറ്റ് ഘടകങ്ങൾ കൂടി, ചൂടും വെള്ളവും ഒക്കെ ഘടകങ്ങൾ കൂടി നമ്മൾ ചേർത്ത് തന്നെ കാണണം എന്നുള്ളതാണ് ഞാനിതിൽ ആ ഒരു ശാസ്ത്രീയത എന്ന് പറഞ്ഞതിൽ സൂചിപ്പിച്ചത്. പിന്നെ ഈ അധിനിവേശ സസ്യങ്ങൾ പോലുള്ളവയെ പറിച്ചു മാറ്റുന്നതും നിലവിൽ ഉള്ള ആവാസ വ്യവസ്ഥ കൂടുതൽ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റുന്നതിനുമൊക്കെ ഉള്ള ശ്രമങ്ങൾ വളരെ ഫാസ്റ്റായിട്ട്, വളരെ വേഗത്തിൽ തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിപ്പോ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില രീതികൾ ചിലപ്പോൾ പെട്ടെന്നൊരു നടപടി എടുക്കുന്നതിന് സഹായിക്കുന്നുണ്ടാവില്ല. പക്ഷെ അതൊക്കെ അതിനെ മാറ്റാം. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അധിനിവേശ സസ്യങ്ങളെ മാറ്റി ആവാസ വ്യവസ്ഥ കുറെ കൂടി മെച്ചപ്പെടുത്തുകയും മൃഗങ്ങളെ ഉള്ളിൽ തന്നെ നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യണം. കാരണം പുറത്തുള്ള ഭക്ഷണം അവയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ന്യൂട്രീഷ്യസ് ആണ്, കൂടുതൽ അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളൊരു കണ്ടെത്തലും കൂടി മൃഗങ്ങൾക്കുണ്ട്. കാരണം അവർക്കത് സെൻസ് ചെയ്യാൻ കഴിയുന്ന ജീവികളാണ്. അപ്പോൾ പുറത്ത് വന്നിട്ടുള്ള പുതിയ ഭക്ഷണങ്ങളും ഒക്കെ തന്നെ അതിനെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം അല്ലെങ്കിൽ അതിന് അത്തരത്തിലെ ഉള്ളിൽ കൂടി
ഭക്ഷണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഒരുപക്ഷെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വളരെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിൽ മുളയും മറ്റ് ഭക്ഷണ വസ്തുക്കളും ഒക്കെ ഒരു ഘടകമാണ്. അപ്പൊ ഈ സെന്ന പോലുള്ള ഇപ്പൊ വയനാട് സംബന്ധിച്ചിടത്തോളം കൊന്ന ഒരു വലിയ പ്രശ്നമാണ് അവിടുത്തെ. അല്ലെങ്കിൽ നമ്മുടെ ധൃതരാഷ്ട്ര പച്ച മൈക്കീനി ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ ഇതിന്റെ കൂടി പലപ്പോഴും ചർച്ച ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണ്. അതിന്റെയൊക്കെ അതാണ് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇതിനകത്തൊരു സാമൂഹ്യ പശ്ചാത്തലം പഠിക്കുന്നതോടൊപ്പം ഈ ആവാസ വ്യവസ്ഥയിലും അല്ലെങ്കിൽ പരിസ്ഥിതിയിലും ഒക്കെ വന്നിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൂടി കുറെ കൂടി ഗഹനമായിട്ട് പഠിക്കുകയും ഇതിന്റെ ഒക്കെ ആഘാതം ഇപ്പൊ ഇതൊരു പ്രശ്നമാണ്. ഒരു ആന പുറത്തിറങ്ങി കൃഷി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യന് അപകടം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു വലിയ ആഘാതമാണ്. അതുപോലെ തന്നെ ഉള്ളിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ കൂടി പഠിച്ചിട്ട് അതിനെ വളരെ ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിൽ തന്നെ അഡ്രസ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പൊ അതിലൊരു മുള ഒരു പ്രധാന ഘടകം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ശ്രീ പോൾ മാത്യുവിലേക്ക് പോകുന്നു. ശ്രീ പോൾ മാത്യു, താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ തദ്ദേശീയരുമായി കൂടിച്ചേർന്ന് ആലോചിച്ചുള്ള തീരുമാനങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് വന്യജീവി ഇത്രയും ആക്രമണങ്ങൾ വളരെ കൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്, പ്രത്യേകിച്ച് ആ ആനയുടെ കാര്യത്തിൽ? മറ്റൊന്ന്, ഏതെങ്കിലും രീതിയിലുള്ള ഞങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ചാനൽ ചർച്ച വരുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. കിഫ അവിടെ എന്താണ് ചെയ്യുന്നത് ഇതിനു വേണ്ടി? ഇത്തരം കാര്യങ്ങൾ നിരന്തരം അധികാരികളെ ഓർമ്മപ്പെടുത്താനായി കിഫയുടെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു? ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? നിങ്ങളുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ് പോൾ മാത്യു? ഞാൻ വിശദമായിട്ട് പറയാം. അപ്പൊ ഇന്ന് തന്നെ ഇറങ്ങിയ ഒരു ഇടപെടലിനെ പറ്റി പറയാം. ഇതിൽ പല തരത്തിലുള്ള ഇടപെടലുകളും ആവശ്യമാണ്. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഇടപെടലാണ് നിയമം മാറ്റി എഴുതുക എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ലോക്സഭ ഇലക്ഷൻ ഇപ്പൊ വരികയാണല്ലോ. അപ്പോൾ ലോക്സഭ ഇലക്ഷനിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി കർഷക അവകാശ പത്രിക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ പ്രസ് മീറ്റിൽ അത് റിലീസ് ചെയ്തു. അതായത് 20 പോയിന്റോട് കൂടി വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് എല്ലാ പാർട്ടികളോടും, അതായത് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഞങ്ങൾ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ എല്ലാ പൊതുജനങ്ങൾക്കും വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്, വോട്ട് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തൊരു രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ ചോദിക്കുക, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ? അതാണ് ഞങ്ങളുടെ ഒരു ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ഷോർട്ട് ടേം ചെറിയ ഇപ്പൊ അടുത്ത ഇടയ്ക്ക് നടത്തേണ്ട പല കാര്യങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണം തന്നെ പറയാം. വയനാട്ടിലെ വിഷയത്തിൽ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ തന്നെ കിഫയ്ക്ക് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ മുമ്പിൽ പരാതി കൊടുത്ത് ഇവിടുത്തെ കടുവകളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് വളരെ നേരത്തെ, ഏതാണ്ട് 2 വർഷം മുമ്പ് തന്നെ മനസ്സിലാക്കി പരാതി കൊടുത്ത് ഇവിടുത്തെ കടുവകളുടെ എണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ കടുവകൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് SOP പാലിച്ച് കടുവകളെ പിടിച്ചു മാറ്റാനും വേണ്ടി, അതുപോലെ തന്നെ ഞങ്ങൾ കൊടുത്ത പ്രപ്പോസൽ എല്ലാം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗീകരിച്ച് സംസ്ഥാന സർക്കാരിനോട് 3 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കാൻ പറഞ്ഞിട്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ജുഡീഷ്യൽ ഓർഡർ ഉണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഇപ്പോഴത്തെ നഷ്ടപരിഹാരത്തിന്റെ തോത് വളരെ തുച്ഛമാണ്. ഒരു തെങ്ങിന് 770 രൂപയാണ് നഷ്ടപരിഹാരം കിട്ടുന്നത്. എന്നാൽ അതേസമയം ഒരു തെങ്ങിൽ നിന്ന് ഒരു വർഷം ഏതാണ്ട് 1200 പരം രൂപ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ആക്ച്വൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരു തെങ്ങിന്റെ പ്രൊഡക്റ്റീവ് ലൈഫ് കണക്കാക്കി 80 വർഷമെങ്കിൽ 80 വർഷം കണക്കാക്കിയിട്ട് വേണം നഷ്ടപരിഹാരം കൊടുക്കാൻ. ഇപ്പൊ എന്റെ വീട്ടിൽ മുമ്പിൽ തന്നെയുള്ള വളരെ അപകടകരമായ ഹൈവേയുടെ തൊട്ട് സൈഡിലുള്ള ഒരു മരം മുറിക്കാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തിട്ട് വനം വകുപ്പ് അതിനിട്ട ആ വേസ്റ്റ് മരത്തിനിട്ട എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 1.25 ലക്ഷം രൂപയാണ്. എന്നാൽ അതേസമയം വനം വകുപ്പ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഈ തെങ്ങിന് 770 രൂപ, വാഴയ്ക്ക് ഏതാണ്ട് 110 രൂപ, വളരെ തുച്ഛമായ നഷ്ടപരിഹാരമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിവിൽ സൂട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ അതൊരു ആക്ച്വൽ നഷ്ടപരിഹാരം തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞ് സംസ്ഥാന വ്യാപകമായിട്ട് നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ സിവിൽ സൂട്ട് ഫയലിംഗ് ചെയ്യാൻ പോവുകയാണ്.
പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അവയർനെസ് ആണ്. ഇപ്പോൾ തന്നെ കടുവയുടെ വിഷയത്തിൽ പലപ്പോഴും കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങുമ്പോൾ SOP എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇറങ്ങിയ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രകാരം ജനപ്രതിനിധികളും ഒക്കെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് വേണം കടുവ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഈ കേസ് പോകുന്നവരെ മിക്കവാറും പല സന്ദർഭത്തിലും ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ കേസ് കൊടുത്തതിന് ശേഷം അങ്ങനെ കമ്മിറ്റികൾ പല സ്ഥലത്തും കമ്മിറ്റികൾ രൂപീകരിച്ചു. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പല ജനപ്രതിനിധികൾക്കും അവരുടെ അവകാശം എന്താണെന്ന് ശരിക്കും മനസ്സിലാവാത്ത ഒരു പ്രശ്നമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളുമായിട്ട് നിരന്തരം ഡയലോഗിൽ ഏർപ്പെട്ട് നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് വയനാട്ടിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് കാണുന്നത്. ഇത്രയും കടുവയുടെ പ്രശ്നമുണ്ടായിട്ട് പല പഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ വനം വകുപ്പിന് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കടുവയെ പിടിച്ച് തിരിച്ച് വനത്തിൽ വിടാനാണ്. എങ്ങനെയാണ് ഇതൊരു സസ്റ്റൈനബിൾ ആവുന്നത്? ഇവിടെ കടുവകൾ തിങ്ങി നിറഞ്ഞ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിന്റെ 5 ഇരട്ടി കടുവകളുള്ള സ്ഥിതിക്ക് ഈ കടുവയെ തന്നെ വനത്തിൽ വിട്ടാൽ എന്താണ് ഗുണം? പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് കാട്ടുപന്നി വിഷയമാണ്. കാട്ടുപന്നി വിഷയത്തിൽ വയനാട്ടിൽ നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. ഇവിടുത്തെ സുൽത്താൻ ബത്തേരി പട്ടണത്തിലെ മുൻ ചെയർമാനായ ശ്രീ CK സഹദേവൻ കാട്ടുപന്നി മൂലം ഇടിച്ച് അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിൽ കിടന്ന് ഇപ്പോഴും അദ്ദേഹം റിക്കവർ ആയിട്ടില്ല. അങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ പഞ്ചായത്തുകൾക്ക് കൃത്യമായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ 11(1)(b) പ്രകാരം ഓതറൈസേഷൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കൊടുത്തിട്ടുള്ളതാണ് കാട്ടുപന്നികളെ ഏത് മുഖേനയും കൊല്ലാൻ വേണ്ടി. എല്ലാം ഒരു 3 മുഖേന ഒഴിച്ച് അല്ലാണ്ട് ബാക്കി എങ്ങനെയും കൊല്ലാൻ വേണ്ടി. എന്നാൽ അതേസമയം ജനപ്രതിനിധികൾ ഇത് ഉപയോഗിക്കാതെ ഈ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാത്ത സന്ദർഭമാണ് ഉണ്ടാവുന്നത്. എന്നാൽ ചില ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ജനപ്രതിനിധികളുണ്ട്. അതിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഇന്നലെ കൊട്ടിയൂർ നടന്ന സംഭവമാണ്. അവിടെ റോയ് എന്ന് പറയുന്ന ജനപ്രതിനിധി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ്, ഞാൻ റോയോട് സംസാരിച്ചിരുന്നു. കൊട്ടിയൂരിലെ റോയ് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ കടുവ കൊട്ടിയൂരിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കടുവയെ ഒരു കാരണവശാലും ഈ കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ ഉള്ള വനത്തിലേക്ക് വിടാൻ പറ്റില്ല, സാധ്യമല്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയും. അതിന്റെ ഫലമായി തന്നെ ഈ കടുവയെ അവിടെ നിന്ന് പിടിച്ച് തൃശ്ശൂർ സൂവിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. അപ്പൊ വളരെ നന്ദിയോടുകൂടി തന്നെ ഈ റോയ് എന്ന് പറയുന്ന പ്രസിഡന്റിനെ ഇവിടെ സ്മരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ മൊത്തത്തിൽ ഉള്ള ഒരു ഇടപെടൽ പറയുന്നത്. പിന്നെ നിരവധി ഞങ്ങളുടെ ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു വയലൻസ് അല്ല. ഞങ്ങളുടെ ഒരു മാർഗം നിയമം വഴി അതിന്റെ മൊത്തത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. അതാണ് ഞങ്ങളുടെ. അതെ, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അടുത്ത പകുതിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നഷ്ടപരിഹാരവും ചികിത്സാ സഹായവും. അത് ഈ നഷ്ടപരിഹാരവും ചികിത്സാ സഹായവും കാത്തു കെട്ടിക്കിടക്കുന്നത് 67,000 അപേക്ഷകളാണ് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. എന്തായാലും അതിലേക്ക് വിശദമായി വരാം. അതിഥികൾ തുടരണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. അന്തർചർച്ച തുടരുന്നു. അതിഥികൾ നമുക്കൊപ്പം തുടരുന്നുണ്ട്. നമ്മൾ ഈ ആദ്യ പകുതിയിൽ ചർച്ച ചെയ്ത എന്ത് പരിഹാരം, എവിടെ ഇടപെടൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നഷ്ടപരിഹാരം അത് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ സിജോ മാത്യു കൂടി ചേരുന്നു. പാലക്കാട് ധോണിയിൽ നിന്നും അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം സിജോ. ഈ എങ്ങനെയാണ് അവിടെ ഈ ധോണിയിൽ കാട്ടാന ശല്യമൊക്കെ വളരെയധികം ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അവിടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്കൊക്കെ അല്ലെങ്കിൽ താങ്കൾക്കറിയുന്നവർക്കൊക്കെ ഇതുവരെയും നഷ്ടപരിഹാരം കൃത്യമായി തന്നെ കിട്ടിയിരുന്നോ? താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സിജോ കേൾക്കാം, പറയൂ. സിജോ, ഞാൻ ചോദിച്ചത് ഈ നഷ്ടപരിഹാരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ശ്രീ ഡോക്ടർ ഈശ്വരനും ശ്രീ പോൾ മാത്യുവും ഉണ്ട്. താങ്കളെയും കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ നഷ്ടപരിഹാരം കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പലയിടത്തു നിന്നും ഉയരുന്നുണ്ടല്ലോ. കൃത്യമായി അതിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2016 മുതൽ 2023 വരെയുള്ള കണക്കുകൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വനമന്ത്രി അറിയിക്കുകയുണ്ടായി. 8 വർഷത്തിനിടെയുള്ള കണക്കിൽ 909 പേർ കൊല്ലപ്പെട്ടു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കിരയായി. 706 പേരുടെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളത്. മതിയായ ഫണ്ടിന്റെ കുറവുണ്ടെന്നാണ് അദ്ദേഹം അതിന് നൽകിയ മറുപടി. 7000-ഓളം പേർക്ക് പരിക്കേറ്റു ഈ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ. 6050 പേർക്ക് മാത്രമേ
നഷ്ടപരിഹാരം അല്ലെങ്കിൽ ചികിത്സാ തുക നൽകിയിട്ടുള്ളൂ. 68,44,00,000 കൃഷിനാശമുണ്ടായി എന്നും പറയുന്നു. എത്ര പേർക്ക് ഇതിൽ നഷ്ടപരിഹാരം കൃത്യമായി കിട്ടുന്നു എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നത്. താങ്കളുടെ പ്രദേശത്ത് വലിയ രീതിയിൽ കാട്ടാന ശല്യമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശമാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീടിന് അടുത്തായിട്ടോട്ട് എന്റെ ഒരു സുഹൃത്തായ ആന്റണി എന്ന് പറഞ്ഞ ചേട്ടന് അപകടത്തിൽപ്പെട്ടു. അയാൾക്ക് ആകെ ഗവൺമെന്റിൽ നിന്ന് കൊടുത്തത് 1,00,000 രൂപയാണ്. അദ്ദേഹത്തിന്റെ ജീവിതമാർഗമാണ് കൃഷി ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നക്ക പിച്ച പൈസ എന്തെങ്കിലും കൊടുക്കുക എന്നല്ലാണ്ട് അവർക്ക് വേണ്ടതായ രീതിയിൽ ഒരു നഷ്ടപരിഹാരമല്ല അവർക്ക് കൊടുക്കുന്നത്. അവരുടെ ജീവനോപാധി നഷ്ടപ്പെടുന്നു. പിന്നെ ഒരു ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് അവര് ബാക്കിയുള്ള ശിഷ്ടകാലം ജീവിക്കാനുള്ള ഒരു നഷ്ടപരിഹാരമല്ലേ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക എന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അത് കൊടുക്കേണ്ടതായ തുകയല്ല, എന്തെങ്കിലും കൊടുക്കുക. അത് തന്നെ പരുക്ക് പറ്റിയെന്ന് പറയുന്നവർക്കാണെങ്കിൽ കുറച്ചുണ്ടാവും. അതല്ലെങ്കിൽ അപകടം പറ്റിയവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവില് SC/ST വിഭാഗക്കാർക്ക് 2,00,000 രൂപയും അല്ലാത്ത ആൾക്കാർക്ക് 1,00,000 രൂപയാണ്. നാമമാത്ര തുകയാണ് ഈ 1,00,000 രൂപ എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ട് 1,00,000 രൂപയ്ക്ക് എന്ത് വിലയുണ്ട്? അവർക്ക് നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ അവർക്ക് ഹോസ്പിറ്റലിൽ എത്ര തുക ചെലവായോ ആ തുകയും ശിഷ്ടകാലം ജീവിക്കേണ്ടതായ തുകയും കൂടെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. എന്തെങ്കിലും കൊടുത്താൽ മതിയോ? ഈ പ്രദേശത്ത് പണ്ട് കാലത്ത് എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായപ്പോൾ എല്ലാവരും കൃഷി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആരും കൃഷിപ്പണിയിലേക്ക് പോകുന്നില്ല. വരും തലമുറയ്ക്ക് ജീവിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പൊ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക എന്നല്ല, അവർക്ക് നഷ്ടം എത്രയോ അതിനുള്ള പരിഹാരമാണ് വേണ്ടത്. ഇപ്പൊ ഓടി നടന്ന് റബ്ബർ വെട്ടുന്നതിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു അപകടം പറ്റി 1,00,000 രൂപ കണ്ണി പൊടിയിടാൻ പോലെ കൊടുത്തിട്ട് ആയില്ല. അതല്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എങ്ങനെ കൊടുക്കുന്ന നഷ്ടപരിഹാരം അതനുസരിച്ചാണ് ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. നിസ്സാരം എന്തെങ്കിലും കൊടുത്തിട്ട് കണ്ണിൽ പൊടിയിട്ടിട്ട് ആന്റണിയെ കുറിച്ച് പറഞ്ഞു. ആന്റണിയുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആന്റണിക്ക് അന്ന് പറ്റിയ അപകടം, എപ്പോഴാണ് അപകടം പറ്റിയത്? അത് എങ്ങനെയായിരുന്നു പറയൂ. ആന്റണി ചേട്ടന് പറ്റിയ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ PT7 എന്ന ആനയാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്നത്. അയാളുടെ തോട്ടത്തിലേക്ക് റബ്ബർ വെട്ടാൻ പോയ വഴിക്ക് പുറകിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വലുതിൽ ഒരു സൈഡിലെ വാരിയെല്ലാം മുഴുവൻ പൊട്ടുകയും മറ്റേ വാരിയെല്ലാം ക്ഷതമേക്കുകയും ഷോൾഡറിന് പരിക്ക് പറ്റുകയും കഴുത്തല്ലിന് പരിക്ക് പറ്റുകയൊക്കെ ചെയ്തിട്ട് 10-20 ദിവസത്തോളം തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായത്. അതിനുശേഷം ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഇപ്പോഴും അയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 1,00,000 രൂപ കൊടുത്തു എന്നല്ലാതെ പിന്നെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല, ഒന്നും കൊടുത്തിട്ടുമില്ല. ആ മനുഷ്യൻ വല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പൊ കിടപ്പ് രോഗിയായിട്ടിരിക്കുന്നു. ആരും തിരിഞ്ഞു നോക്കാനുമില്ല, ഒന്നുമില്ല. ശരി, അതാണ് അവസ്ഥ. ശരി സിജോ, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഡോക്ടർ ഈശ്വരനിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഈശ്വരൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രായോഗികമല്ലാത്ത പദ്ധതികൾ, അതിന് പിന്നാലെ പോകാതെ ഈ ചികിത്സാ സഹായത്തിനായി അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക കൊടുക്കേണ്ട കാര്യത്തിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചില്ലേ നമ്മൾ? തീർച്ചയായിട്ടും അത് ഒരു ആവശ്യം വളരെ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പ്രായോഗിക പരിഹാരവും അതിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ മുമ്പ് വനംവകുപ്പ് ഇത്തരം നഷ്ടപരിഹാരത്തിന് വേണ്ടി ഒരു ഇൻഷുറൻസ് പദ്ധതി, നമ്മൾ ഈ വാഹനത്തിന്റെ ഇപ്പൊ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ഇൻഷുറൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നഷ്ടപരിഹാര പദ്ധതിയെ പറ്റിയൊക്കെ ചിന്തിക്കുകയും കുറച്ചു ദൂരമൊക്കെ അവർ കുറെ പ്രവർത്തനമൊക്കെ നടത്തി. പക്ഷെ പിന്നെ ഇത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അപകടം എന്നുള്ള രീതിയിൽ നഷ്ടപരിഹാരത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു നഷ്ടപരിഹാര പദ്ധതി ഇതിന് വളരെ അനിവാര്യമാണ്. അത് ഈ ആ അപകടം പറ്റുന്ന ആളിന്റെ ഇഷ്ടജീവിതത്തിന്റെ ദൈർഘ്യവും അങ്ങനെ എല്ലാം കണക്കുകൂട്ടിക്കൊണ്ടുള്ള ഒരു മതിയായ നഷ്ടപരിഹാരം തന്നെ ആവണം എന്നുള്ളതിനും സംശയമൊന്നുമില്ല. അതൊരു ഇൻഷുറൻസ് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ഗവൺമെന്റിന് നേരിട്ട് അങ്ങനെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് പല പരിമിതികളുണ്ടാവും. സമയത്തിന് കിട്ടണമെന്നില്ല പരിഹാരം. ഇപ്പം നമുക്കറിയാം, KSRTC ബസ്സിലൊക്കെ അപകടം പറ്റിക്കഴിഞ്ഞാൽ നഷ്ടപരിഹാരം വിധിക്കുകയാണെങ്കിൽ പോലും സമയത്തിന് ഒരിക്കലും കിട്ടിയിരുന്നില്ല. കാരണം അതൊരു ഇൻഷുറൻസ് ബേസ്ഡ് അല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു നഷ്ടപരിഹാര പ്രക്രിയ തീർച്ചയായിട്ടും അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുണ്ടാവുക തന്നെ വേണം. മറ്റൊന്നുള്ളത്, ഈ നമുക്കറിയാം, ഈ കാടിനെ വന്യമൃഗങ്ങളുടെ സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും മാത്രമായിട്ടല്ല, കാടിനെ ആശ്രയിച്ച് മറ്റൊരുപാട് തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്.
അപ്പോൾ ഈ ടൂറിസത്തിൽ നിന്ന് നമുക്കറിയാം, ഇപ്പൊ വയനാടായാലും എവിടെ ആയാലും ഈ ടൂറിസം കാർഡിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ ടൂറിസം അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ടൂറിസം വലിയ റവന്യൂ ആണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ റവന്യൂ എന്ന് പറയുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ കാടിന്റെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരിലേക്ക് എന്തുമാത്രം എത്തുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കൂടുതലും ഇത് ആ പ്രദേശത്തിന് യാതൊരു ഉപകാരമില്ലാതെ അവിടുന്ന് മറ്റു പല അല്ലെങ്കിൽ അവിടെ ഈ ടൂറിസം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആ ബിസിനസ്സൊക്കെ നടത്തുന്നത് മറ്റു പല പ്രദേശത്തും ദൂരെ നിന്ന് വരുന്ന ആൾക്കാരും ഒക്കെയാണ്. അപ്പൊ ഈ ടൂറിസം ഇതിനൊരു നഷ്ടപരിഹാരവുമായി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റ് കൃഷിനാശം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ ടൂറിസം തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട്, കൃഷിക്ക് പകരമായ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് അവിടെ താമസിക്കുന്നവരുടെ വരുമാനം അല്ലെങ്കിൽ അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇതിലേക്ക് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ നിയമം മാറ്റുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി ശ്രീ പോൾ മാത്യു പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. നിയമത്തിൽ രണ്ടു തരത്തിലും മനുഷ്യന്റെ ഇടപെടലിന്റെ കാര്യങ്ങളിലും മൃഗങ്ങളുടെ ഇടപെടലിന്റെ കാര്യത്തിലും, കാരണം പ്രിസർവേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. കൺസർവേഷൻ എന്ന് പറയുമ്പോൾ പൂർണ്ണതോ അല്ലെങ്കിൽ 100% സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഞാനും എഗ്രി ചെയ്യുന്നു. കൺസർവേഷനിൽ അതിൽ ചില എന്താ പറയുക, ചിലപ്പോൾ ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മൃഗത്തിനെ പിടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അത് കൺസർവേഷന്റെ ഒരു ഭാഗമാണ്. പ്രിസർവേഷൻ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത്തരത്തിൽ നമുക്ക് നിയമത്തിൽ കുറച്ചുകൂടി അതിന് ഒരു ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ ഈ എന്താ പറയുക, ലീനിയർ ഡെവലപ്മെന്റ്സ്, അപ്പോൾ കാടിനകത്തുള്ള റോഡുകൾ വീതി കൂട്ടുക, മൃഗങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ക്വാറികൾ പോലുള്ളതിന്റെ പ്രവർത്തനം കൊണ്ട് ശബ്ദവും പ്രകമ്പനവും ഒക്കെ തന്നെ അതൊരു അധിനിവേശമാണ് ഇതൊക്കെ തന്നെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം, അതോടൊപ്പം ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ ഈ നിയമത്തിന്റെ പരിധിയിൽ വരണം. ഇതൊക്കെ പഠിച്ചുകൊണ്ട് സമഗ്രമായ ഒരു നിയമം അല്ലെങ്കിൽ ആ നിയമത്തിലൊരു മാറ്റം എന്നത് തികച്ചും സ്വാഗതാർഹമാണ്. അത് ആ രീതിയിൽ സമഗ്രമായിരിക്കണം, എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുക. ശരി, ഞാൻ ശ്രീ പോൾ മാത്യുവിലേക്കും സിജോ മാത്യു കൈ ഉയർത്തുന്നുണ്ടായിരുന്നു താങ്കൾ സംസാരിച്ചപ്പോൾ. ഞാൻ അദ്ദേഹത്തിലേക്കും വരാം. ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ കൂടി ഇപ്പോൾ ചേരുകയാണ്. അനീഷ്, അവിടെ കുറച്ച് ദിവസങ്ങളായി വേലൂർ മഖനയെ പിടിക്കുന്ന സംഘത്തിന് ഒപ്പമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അനീഷ്, അവിടെ ഇന്നും ഒന്നും നടന്നില്ല, വിചാരിച്ച കാര്യങ്ങളൊന്നും കൃത്യമായി നടന്നില്ല എന്നുള്ളതാണ്. ബേലൂർ മഖന വീണ്ടും ഉൾക്കാട്ടിലേക്കൊക്കെ കയറി പോവുകയാണ്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഡോക്ടർ അരുൺ സക്കറിയ ഈ സംഘത്തിനൊപ്പം ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണോ? എന്താണ് ഏറ്റവും പുതുതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? അശ്വതി, നമുക്കറിയാം ഈ സാധാരണ രീതിയിൽ നമ്മുടെ മുന്നിലുള്ളത് ഈ അരിക്കൊമ്പനെ പിടികൂടിയതും തണ്ണീർക്കൊമ്പനെ മയക്കോടി വെച്ചതുമൊക്കെയുള്ള അനുഭവമാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ അങ്ങേയറ്റം വിഭിന്നമായൊരു ദൗത്യമാണ് ഈ വനപാലകർ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കാരണം കൊടും കാടാണ്. ഈ കാട്ടിനുള്ളിലെ പരിസ്ഥിതി അല്ലെങ്കിൽ ഭൂപ്രകൃതി മറ്റിടങ്ങളിൽ നിന്നും അങ്ങേയറ്റം വിഭിന്നമാണ്. ഇടതൂർന്ന വലിയ മരങ്ങളുണ്ട്, വലിയ പാറക്കെട്ടുകളുണ്ട്, കൊങ്ങിണി കാടുകളുണ്ട്. ഇതിനിടയിലൂടെയൊക്കെ സ്വൈര്യവികാരം നടത്താൻ ഈ ആനകൾക്ക് കഴിയും. പ്രത്യേകിച്ചും ഈ വേലൂർ മഖനയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടി ഉണ്ട്. ഇവർ രണ്ടുപേരുമാണ് കാട്ടിലൂടെ നടക്കുന്നത്. ഈ സാധാരണഗതിയിൽ രാവിലെ മുതൽ നടക്കുന്ന ഒരു പ്രവർത്തനം നമുക്ക് നിരീക്ഷിച്ചാൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയാൽ നമുക്ക് മനസ്സിലാവുന്നത് പുലർച്ചയോടുകൂടി തന്നെ ഇവർ ഈ ആന നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കും. അത് ബാവലയാവാം, ചിലപ്പം മണ്ണുണ്ടിയാവാം, ചെമ്പകപ്പാറയാവാം, ഇത്തരം പല സ്ഥലങ്ങളാണ്. ഇതെല്ലാം ഒരു 5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇത്തരം സ്ഥലങ്ങൾ തിരിച്ചറിയുന്നു. പിന്നീട് കുങ്കിയാനകളുടെയും വെടിവെക്കാനുള്ള വിദഗ്ധരുടെയും സഹായത്തോടുകൂടി ഈ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം കാട്ടിൽ വളരെ ദൂരം നിന്ന് തന്നെ ഈ ആനയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ വളരെ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് പോകും. അല്ലെങ്കിൽ പെട്ടെന്ന് ദൗത്യസംഘം എത്തുമ്പോൾ ഈ കൊങ്ങിണിക്കാടുകൾക്കിടയിൽ കയറി നിലയുറപ്പിക്കും. അപ്പോൾ ഈ കൊങ്ങിണിക്കാടുകൾക്കുള്ളിൽ എങ്ങനെ ഏത് ഭാഗത്തെന്ന് കണ്ട് ആണ് വെടിയുതിർക്കാൻ കഴിയുക. അവർ വെടിയുതിർക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴേക്കും അവിടം വിട്ട് മറ്റൊരിടത്തേക്ക് ആന വളരെ വേഗം പോകും. തുടർന്ന് ഈ ട്രാക്കർ ഉപയോഗിച്ച് വീണ്ടും ആനയുടെ സ്ഥാനം നിർണ്ണയിക്കും. അവിടേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും ആന മറ്റൊരിടത്തേക്ക് വരും. ഇടയ്ക്ക് ഈ കൂടെയുള്ള മോഴയാന ഈ ദൗത്യസംഘത്തിനെതിരെ തിരിയുന്ന ദൃശ്യങ്ങളും നമ്മൾ ഇന്നലെ കണ്ടു. തുടർന്ന് വെടിവെച്ചൊക്കെയാണ് ഈ ആനയെ തുരുത്തിയത്. ഈ വേലൂർ മഖനയെ പിടിക്കണമെന്ന് ഉത്തരവുണ്ടെങ്കിലും കൂടെയുള്ള മോഴയാനയെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ അതൊരു ജനങ്ങൾക്ക് ഉപദ്രവകാരിയായ ആനയെന്ന് വിലയിരുത്തലുകളോ ഇല്ല. അതുകൊണ്ട് ആ ആനയെ പിടികൂടാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഈ രീതിയിലാണ് ഇപ്പോൾ ഈ മിഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 25 അംഗ കർണാടകത്തിൽ നിന്നുള്ള സംഘം
സംഘം ഈ ദൗത്യ സംഘത്തിനൊപ്പം ചേർന്നിട്ടുണ്ട്. അവർ ഈ ഹസനിൽ ആനയെ പിടികൂടാനുള്ള സഹായം ചെയ്ത ആളുകളാണ്, അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ ഉൾപ്പെട്ടവരാണ്. അവരുടെ ഒരു അനുഭവ പരിചയം കൂടി ഈ ദൗത്യത്തിൽ ഉപയോഗിക്കും. കാരണം ഹസനിൽ പോലും ഒരാഴ്ച കൊണ്ടോ 1.5 ആഴ്ച കൊണ്ടോ ഒന്നുമല്ല, ദിവസങ്ങളെടുത്താണ് ആനയെ ഈ കാപ്പിത്തോട്ടത്തിൽ നിന്ന് പോലും പിടികൂടാൻ കഴിഞ്ഞത്. കാരണം അത്രയധികം വേഗത്തിൽ പായുന്ന ഈ നമ്മൾ ഏത് തരത്തിലാണോ മുന്നോട്ട് പോകുന്നത് അതിനേക്കാൾ ഉപരി ഒരു ചടുലതയോടുകൂടി ആ കാട്ടിലൂടെ ഓടി നടക്കുന്ന ഒരു ആനയാണ്. അതുകൊണ്ട് ഇത്തരം നിലവിലെ ഒരു വിദ്യകളും ഈ ആനയ്ക്ക് മുന്നിൽ ഏഷ്യയിട്ടില്ല. എന്തായാലും അവിടെയാണ് ഡോക്ടർ അരുൺ സക്രിയ എത്തുമ്പോൾ ഒരു പ്രതീക്ഷ നാട്ടുകാർക്കുള്ളത്. കാരണം വളരെ ഫലപ്രദമായി ഈ ദൗത്യം ചെയ്തു വരുന്ന ഇത്തരം കാര്യങ്ങൾ നേരിടാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. എത്തുമ്പോൾ കുറച്ചുകൂടി പ്രായോഗിക പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്നാണ് ആ പ്രതീക്ഷ. ശരി അനീഷ്, വളരെയധികം നന്ദി. പോൾ മാത്യുവിലേക്ക് ഞാൻ പോവുകയാണ്. പോൾ മാത്യു, ഒരു പ്രതീക്ഷ നാളെ എങ്കിലും ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെ തുടങ്ങുന്നത് ആ പ്രതീക്ഷയോടെ തന്നെയാണ്. പക്ഷേ വേലൂർ മഗ്ന പിടി തരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ്. ഈ നഷ്ടപരിഹാരവും ചികിത്സാ സഹായവും കാത്ത് നിരവധി പേരുണ്ട്. ഏറ്റവും പ്രധാനം ഈ മാധ്യമശ്രദ്ധ കിട്ടാത്തവർക്ക്, മാധ്യമശ്രദ്ധ കിട്ടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നവർക്ക് കൃത്യമായി അത് കിട്ടുന്നുണ്ടെന്നും ഇല്ലാത്തവർക്ക് അത് ലഭിക്കാൻ കുറച്ച് താമസമാണെന്നുള്ള പരാതികൾ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. ഈ പോലീസ് എൻക്വയറിക്ക് അപ്പുറം അതായത് പോലീസ് എൻക്വയറിയിൽ അത് വന്യജീവി ആക്രമണമാണെന്ന് പറയുകയും പ്രത്യേകിച്ച് 2 വീലറിലൊക്കെ പോയി മറിഞ്ഞു വീഴുന്നവർ, കാട്ടുപന്നി ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നവർ ഈ വനം വകുപ്പ് മറ്റൊരു അന്വേഷണം നടത്തി അത് അങ്ങനെയല്ല, അല്ലെങ്കിൽ അതിന് സാക്ഷികളില്ല എന്നൊക്കെ പറഞ്ഞ് തഴയുന്നു. അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള പരിചിതരായ ആളുകൾ അവിടെ ഉണ്ടോ? അത്തരം പരാതികളുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും നമ്മൾ കണക്കിലേക്ക് അല്പം വരികയാണെങ്കിൽ നമ്മളിപ്പോ കാണുന്നത് എന്താന്ന് വെച്ചാൽ 2021-22 കേരള ഫോറസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് കേരള സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ആ വർഷം മാത്രം മൊത്തം നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ചത് 8076 ആപ്ലിക്കൻസ് ആണ്. അവർക്ക് ആകെ കൊടുത്തത് 13,10,00,000 രൂപയാണ്. അതായത് ആവറേജ് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളത് 16,220 ആണ് ആവറേജ്. അത് എല്ലാ തരത്തിലുള്ള നഷ്ടപരിഹാരം കൂടെ കൂടിയിട്ടാണ്. പരിക്ക് പറ്റിയവരെ പറ്റി പറയുകയാണെങ്കിൽ 830 പേർക്കാണ് പരിക്ക് പറ്റിയത്. അതിന് കൊടുത്തിട്ടുള്ളത് 2,54,00,000 രൂപയാണ്. ആവറേജ് 30,000 രൂപയാണ് പരിക്ക് പറ്റിയവർക്ക് ആകെ കേരള സർക്കാർ ഈ കാലയളവിൽ കൊടുത്തിട്ടുള്ള നഷ്ടപരിഹാരം. ഇനി മരണപ്പെട്ടവരുടെ കണക്ക് പറയുകയാണെങ്കിൽ അത് 157 പേരാണ്. അതിന് കൊടുത്തിട്ടുള്ള നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 4.44 കോടിയാണ്. ഒരു ആവറേജ് എന്ന് പറയുന്നത് 3 ലക്ഷം നഷ്ടപരിഹാരത്തിൽ താഴെ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാര തുക കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്ക് പറ്റുന്നവർക്ക് 2 ലക്ഷം രൂപയും മരണപ്പെടുന്നവർക്ക് 10 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അവർ കൊടുക്കുന്ന നഷ്ടപരിഹാരം ഇതിൽ നിന്ന് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ എനിക്കൊന്ന് മഹാരാഷ്ട്ര മറ്റാണ് 25 ലക്ഷം കൊടുക്കും, കർണാടക 15 ലക്ഷം രൂപ കൊടുക്കും. കേന്ദ്ര സർക്കാർ ഇത് 10 ലക്ഷം രൂപയാക്കിയിട്ട് കൂടി കേരള സർക്കാർ ഇത് അടിയന്തരമായിട്ട് കൂട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, കൊടുക്കേണ്ട നഷ്ടപരിഹാരം എന്ന് പറയുന്നത് മിനിമം 1 കോടി രൂപയും അത് കൂടാതെ ശ്രീ സിജോ പറഞ്ഞതുപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പോലെ ഇതിന് അയാളുടെ പ്രായവും അയാളുടെ ഏർണിംഗ് കപ്പാസിറ്റിയും അയാൾ മൂലം ഫാമിലിക്ക് എന്ത് കിട്ടുമായിരുന്നു എന്നും കണക്കാക്കി മോട്ടോർ വെഹിക്കിൾ ക്ലെയിം പോലെ തന്നെയാണ് ഈ നഷ്ടപരിഹാരം കൺസിഡർ ചെയ്യേണ്ടത്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറഞ്ഞൊരു ഡോക്ട്രിൻ ഉണ്ട്. അതായത് നമ്മുടെ ചുറ്റുമുള്ള വനങ്ങളും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെയും പരിപാലിക്കണം എന്നാണ് പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിന്റെ ഉദ്ദേശം. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഒരു പൗരന്റെ ഉത്തരവാദിത്വമാണ് തൻ സഹജീവികളെയും അതുപോലെ തന്നെ വനങ്ങളെയും പരിപാലിക്കുക എന്നുള്ളത്. ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷനും പബ്ലിക് ട്രസ്റ്റും വായിച്ചു നോക്കിയപ്പോൾ ഈ പരിപാലിക്കേണ്ടത് മുഴുവൻ മലയോര കർഷകരുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ എവിടെയും എഴുതി വായിച്ച് കണ്ടില്ല. പക്ഷെ ഇപ്പോഴുള്ള ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം മലയോര കർഷകർ മാത്രം ചെയ്യേണ്ട കാര്യമായിട്ടാണ് നമ്മൾ ഇത് വായിച്ചാൽ മനസ്സിലാക്കുന്നത്. അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല. നമ്മളൊരു ഹൈവേ ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ ആ ഹൈവേ മൊത്തം എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൈവേയിൽ വളരെ നല്ല കോമ്പൻസേഷൻ കൊടുത്തിട്ടാണ് ഹൈവേയിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇവിടെ കൊണ്ടുവരേണ്ടത്. ഇനി ഞാൻ അല്പം കൂടി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് എവിടെ നിന്ന് വരുന്നു? ഇപ്പൊ ഈ നഷ്ടപരിഹാരത്തിന്റെ കണക്ക് തന്നെ പറയുകയാണെങ്കിൽ മൊത്തം ആ വർഷം കൊടുത്തിട്ടുള്ളത് 13,10,00,000 രൂപ നഷ്ടപരിഹാരമാണ് കൊടുത്തിട്ടുള്ളത്.
എന്നാൽ അതേസമയം കേരള സർക്കാർ ഇപ്പോൾ ഒരു പ്രപ്പോസൽ വെച്ചു. അതായത് പ്രപ്പോസൽ ടു മിറ്റിഗേറ്റ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് ഇൻ കേരള എന്ന് പറഞ്ഞ് 2022 വെച്ചിട്ടുള്ള ഒരു പ്രപ്പോസലാണ്. 620 കോടി രൂപയുടെ ഒരു പ്രപ്പോസലാണ്. 620 കോടി രൂപയുടെ പ്രപ്പോസലിൽ പറഞ്ഞിട്ടുള്ളത് സെന്ന, മിക്കവാറും വയനാട്ടിലുള്ള സെന്ന വെട്ടിക്കളയാൻ വേണ്ടി 20 കോടി രൂപയാണ്. അതായത് നഷ്ടപരിഹാരം അവർ കൊടുത്തിട്ടുള്ളത് 13 കോടി രൂപയും സെന്ന വെട്ടിക്കളയാൻ 20 കോടി രൂപയാണ് അവരതിൽ വച്ചിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത മുതുമല സാങ്ച്വറിയിൽ ഈ സെന്ന തമിഴ്നാട് ന്യൂസ് പ്രിന്റ് കമ്പനി വെട്ടിക്കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് പൈസ തരും. അപ്പോ അതിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഈ പ്രപ്പോസലിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കുരങ്ങിനെ സംരക്ഷിക്കാൻ, അതായത് 5 സെന്ററാണ് കുരങ്ങിനെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അല്ല, 4 സെന്ററാണ് വെച്ചിട്ടുള്ളത്. ഒരു സെന്ററിൽ 250 കുരങ്ങിനെ പാർപ്പിക്കാൻ സാധിക്കും. ഒരു സെന്ററിന്റെ ചെലവ് എന്ന് പറയുന്നത് 5 കോടി രൂപ. അതായത് 4 സെന്ററിനോട് കൂടി 20 കോടി രൂപ. അതായത് 250 കുരങ്ങിനെ ഒരു സെന്ററിൽ സംരക്ഷിക്കാൻ വേണ്ടി അതിന്റെ ജസ്റ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് തന്നെ ഇതാണ്. അതായത് ഒരു കുരങ്ങിന് 2 ലക്ഷം രൂപ. വ്യക്തമാണ്. എങ്ങനെയാണ് കോടികളും ലക്ഷങ്ങളും പാഴാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. എവിടെ ചെലവാക്കണമെന്ന കൃത്യമായ ധാരണയില്ല എന്നുള്ളതാണ് ഇപ്പോൾ മാത്യു പറഞ്ഞു വരുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം, എനിക്ക് സമയം വളരെ പരിമിതമാണ്. സിജോ മാത്യു നേരത്തെ അദ്ദേഹത്തിന് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു. താങ്കൾക്ക് സംസാരിക്കാം സിജോ. ഞങ്ങളുടെ ഇവിടെ ഈ ആന PT7 എന്ന് പറഞ്ഞ ആന ഈ പറയുന്ന ആന്റണി ചേട്ടനെ ഉപദ്രവിച്ചപ്പോൾ ഞങ്ങൾ അന്ന് ചർച്ചയില് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യം ഉന്നയിച്ചു, PT7 ആന എത്രയും പിടിച്ചു കെട്ടണം എന്ന് പറഞ്ഞു. പക്ഷെ ആ റിപ്പോർട്ട് DFOയുടെ മുമ്പിൽ വെച്ചിട്ട് ഉറങ്ങുകയല്ലാതെ നടപടി ഉണ്ടായില്ല. അന്ന് അത് നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ധോണിയിൽ ശിവരാമൻ എന്ന വ്യക്തി ജീവിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഒരു മെല്ലെപ്പോക നയമാണെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയത്. അന്ന് ഉത്തരവാദിത്വത്തോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ആ മനുഷ്യന് ജീവിച്ചിരുന്നേനെ. അപ്പൊ ഓരോ അപകടങ്ങളും അടുത്ത അപകടങ്ങൾ വരട്ടെ എന്നിട്ട് നമുക്ക് നടപടിയെടുക്കാം എന്ന ചിന്താഗതി മാറ്റിയിട്ട് ഒരു അപകടം സംഭവിക്കുമ്പോൾ അപ്പോൾ തന്നെ അതിന്റെ ആക്ഷൻ എടുക്കുക ചെയ്യേണ്ടത്. ഇതെല്ലാം നീട്ടി നാളേക്ക് നീട്ടി വെക്കുമ്പോഴാണ് അപകടം വീണ്ടും പെരുകുന്നത്. പിന്നെ കുറച്ചു മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത സഹോദരൻ പറയുകയുണ്ടായി ഈ റിസോർട്ടിന്റെ കാര്യം. ധോണിയിൽ തന്നെ വനാതിർത്തിയിൽ നിന്ന് ഉള്ളിലായിട്ട് ഇപ്പൊ റിസോർട്ട് വനം വകുപ്പാണ് നടത്തുന്നത്. ഇപ്പൊ വനം വകുപ്പിന്റെ റിസോർട്ട് നടത്തി ആളെ താമസിപ്പിക്കാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. വനത്തിനുള്ളിൽ വന്യജീവികൾക്കാണ്. അവിടെ തേക്ക്, യൂക്കാലി, മറ്റു വൃക്ഷങ്ങളാണ് അവിടെ കൃഷി ചെയ്യുന്നത്. വനം വകുപ്പ് തന്നെ അത് വെട്ടിമാറ്റിയിട്ട് സ്വാഭാവിക വനമാക്കട്ടെ. അപ്പോൾ അവിടെ ഈ പറയുന്ന ജീവജാലങ്ങളൊക്കെ അവിടെ കഴിഞ്ഞുകൊള്ളും. അതല്ലാതെ ചെയ്യുന്നത് വനം വകുപ്പാണ് റിസോർട്ട് പോലുള്ള സംഭവം കാട്ടിനകത്ത് നടപ്പാക്കുകയും യൂക്കാലി, തേക്കൊക്കെ ഉള്ളിൽ വനം വകുപ്പിന്റെ ഉള്ളിൽ വനാതിർത്തിയുടെ ഉള്ളിൽ തന്നെ കൃഷി ചെയ്യുമ്പോൾ ഈ വന്യമൃഗങ്ങൾക്ക് എന്താണ് ഭക്ഷിക്കാനുള്ളത് ഇപ്പൊ കൃഷിക്കാരുടെ പറമ്പിലാണ് കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് ഈ ആനയും മാനും പന്നിയും മുയലും എല്ലാം വിഹരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വനാതിർത്തിയിൽ വനത്തിന്റെ ഉള്ളിലുള്ള ഈ പറയുന്ന മരങ്ങളെല്ലാം മാറ്റുകയും സ്വാഭാവിക വനം നിലനിർത്തുകയും ക്യാരിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് മൃഗങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരം ആവുള്ളൂ. അവിടെ 10 ആനയ്ക്ക് ജീവിക്കാനുള്ള സ്ഥലത്ത് 50 ആനയെ കയറി താമസിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ RRT എന്ന് പറഞ്ഞ ഒരു വാഹനം വിട്ടുകൊടുകയും അതിൽ കുറച്ച് ആൾക്കാർ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നടന്നുകൊണ്ട് യാതൊരു പരിഹാരമായില്ല. ക്യാരിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് മൃഗങ്ങളെ കണക്കാക്കി കൂടുതലുള്ളവരെ കൊന്നുമാറ്റുകയും വനം സ്വാഭാവിക വനത്തിന്റെ രൂപത്തിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ വിഷയത്തിന് പരിഹാരമാവുള്ളൂ. ശരി, വളരെയധികം നന്ദി. നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും പരിഹാരം വളരെ അകലെയാണ്. ബേലൂർ മക്നയെ പോലെ തന്നെ ആ പരിഹാരവും അകലെ നിൽക്കുകയാണ്. ഇനിയും ഒരു ജീവൻ പൊലിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ആദ്യ ചർച്ചയുടെ പൂർണ്ണമാകുന്നു. എല്ലാ അതിഥികൾക്കും നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.